ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ പലാസയാണ്, അതിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പലാസ ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു പലാസയായിരുന്നു. ഇതിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്നതിൽ നല്ലത് നമുക്ക് എന്തെങ്കിലും യൂസ് ആക്കാമല്ലോ, അതിനു വേണ്ടിയാണ് ഞാനപ്പോൾ ഒരു ബേബി ഫ്രോക്ക് ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് മാറ്റി ഇത് ഒന്ന് അയൺ ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പലാസയിലാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നേരെ ഒരു തുണിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിനൊരു 1 മീറ്റർ തുണി മതിയാകും. ഒരു 2 വയസ്സുള്ളൊരു കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു ബേബി ഫ്രോക്കാണ് നമ്മൾ അപ്പോൾ ഇന്ന് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഇലാസ്റ്റിക് എല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ അയൺ ചെയ്ത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ അയൺ ചെയ്തെടുക്കണേ ക്ലോത്ത്. അത് തന്നെ ഞാൻ നമ്മുടെ താഴത്തെ പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 10 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വീതിയുള്ള ഭാഗം ഇതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് തന്നെ താഴത്തെ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട ഭാഗമാണ് ആദ്യമേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതൊരു 9 ഇഞ്ചിൽ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാൻറ്റിൽ നമുക്ക് വീതിയുടെ ഭാഗം ഇതാണല്ലോ വരുന്നത്. ഈ ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡിലും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഡൗണിലെ ഭാഗത്ത് ചുരുക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ കൊടുക്കാമല്ലോ. അപ്പോൾ ആ ഭാഗം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ പാൻറ്റിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മുകളിലത്തെ ഭാഗം നമുക്ക് യോക്കിൻ്റെ ഭാഗമാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിത് ഒന്ന് നിവർത്തി ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ കറക്റ്റ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് മുകളിലത്തെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മുകളിൽ നമുക്ക് 2 പാർട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ 2 പാർട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ അത് ഫോൾഡ് ചെയ്തിട്ടേക്കാണ്. ഒരു 9 ഇഞ്ച് ലെങ്ത്തിലാണ് എനിക്ക് വേണ്ടത്. ഞാനിപ്പോൾ ടേപ്പ് വെച്ചിരിക്കുന്നത് ഫോൾഡഡ് സൈഡും അപ്പുറത്തുള്ളത് നമുക്ക് ഓപ്പൺ സൈഡുമാണ്. ഇതിപ്പോൾ 4 ആക്കിയാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത്. ബാക്ക് സൈഡും ഉണ്ട്, ഫ്രണ്ട് സൈഡും ഉണ്ട്. ഇനി ഇതിൻ്റെ വിഡ്ത്താണ് നമുക്ക് വേണ്ടത്. അത് ഞാനൊരു 8 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് വിഡ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് 9 ഇഞ്ചിലും വിഡ്ത്ത് 8 ഇഞ്ചിലും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും. ഇനി ഈ സൈഡിലെ ഭാഗമൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് ഞാനിപ്പോൾ ഇവിടെ നെക്കും ഷോൾഡറും കൂടെ ഒരു 4 ഇഞ്ചിലാണ് മാർക്കിങ് കൊടുത്തിരിക്കുന്നത്. നെക്ക് മാത്രമായിട്ട് ഞാനൊരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോൾ ഇവിടെ ഞാൻ ഒരു 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്കാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൈസിൽ മാർക്ക് ചെയ്താലും മതിയാവും. അത് മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് കർവ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അതിനുശേഷം ഒരു 2 ഇഞ്ചിലാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. നെക്ക് ഇപ്പോൾ റൗണ്ട് നെക്കാണ് ഞാൻ വരക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ 2 സൈഡ് ഇപ്പോൾ 2 ഇഞ്ചിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നെക്ക് അടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 ഇഞ്ചും കൂടെ കുറയും. ഇനി ചെസ്റ്റ് ഞാനൊരു 5 ഇഞ്ചിലാണ് മാർക്കിങ് കൊടുത്തിരിക്കുന്നത്. ഒരു 1 ഇഞ്ചിൽ അതിന് സീം അലവൻസും ഇട്ട് കൊടുത്തു. ചെറിയ കുട്ടികളാകുമ്പോഴത്തേക്കും നമുക്ക് അധികം സീം അലവൻസ് വേണ്ടി വരില്ല. ഇനി താഴെ ഞാൻ ഒരു 6 ഇഞ്ചിലാണ് മാർക്കിങ് കൊടുത്തിരിക്കുന്നത്. അവിടെയും ഒരു 1 ഇഞ്ചിൽ സീം അലവൻസ് ഇട്ട് കൊടുത്തു. നമ്മളിങ്ങനെ യോക്കിൻ്റെ താഴത്തെ ഭാഗം അധികം ടൈറ്റാക്കി എടുക്കരുത്. അത് നമുക്ക് ഡ്രസ്സ് ഇടുമ്പോഴേക്കും ആരവണ്ണത്തിൻ്റെ ഭാഗം പിള്ളേർക്ക് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ആ ഭാഗം കുറച്ച് ലൂസാക്കി ഇടുന്നതിന് വേണ്ടിയാണ് ഞാൻ അവിടെ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇതേപോലെ എടുത്തത്. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ വരച്ച വരയിലൂടെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ യോക്കിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും യോക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. താഴത്തെ ഭാഗം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റി വെച്ചായിരുന്നു. അത് ഇനി ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാം. 9 ഇഞ്ചിൽ ലെങ്ത്ത് വരുന്ന രീതിയിലാണ് താഴത്തെ പാർട്ടും കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതേപോലെ സൈഡ് ഭാഗമെല്ലാം നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ പാൻറ്റിൻ്റെ പാർട്ടായതുകൊണ്ട് 2 സൈഡും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ എടുക്കുമ്പോഴേക്കും 2 സൈഡും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി, ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും.
കട്ട് ചെയ്തൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ലെങ്ത്ത് വരുന്നത് 9.5 ഇഞ്ചിലും വിഡ്ത്ത് വരുന്നത് 2ആക്കി ഫോൾഡ് ചെയ്തിടുമ്പോൾ ഒരു 10.5 ഇഞ്ചിലുമാണ്. നിവർത്തിയിടുമ്പോൾ നമുക്ക് വൺ സൈഡിൽ തന്നെ 21 ഇഞ്ചിൽ വരും. നമ്മളുടെ ഇവിടെ യോക്ക് പാർട്ടിൻ്റെ എൻഡ് ഭാഗത്താണെങ്കിൽ നമുക്ക് 14 ഇഞ്ച് വിഡ്ത്താണ് വന്നിരിക്കുന്നത്, താഴത്തെ പാർട്ടിൽ 21 ഇഞ്ചും. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം 14 കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് ഇവിടെ പ്ലീറ്റ് ഇടാനായിട്ട് കിട്ടുന്ന ഭാഗമാണ്. മനസ്സിലായോ? ഇനി നമുക്ക് താഴത്തെ പാർട്ടിൻ്റെ പ്ലീറ്റ് ഇടാനായിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നൂല് വലിച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ അടിച്ചെടുക്കുകയും ചെയ്യുക, അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ താഴത്തെ ഭാഗം ഞാൻ അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ പ്ലീറ്റ് ഇട്ടും മുകളിലത്തെ ഭാഗം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യമേ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പീസ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ നെക്കിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് വെച്ച് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെക്കിലേക്ക് അടിച്ചു കൊടുക്കാം. ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് ആദ്യമേ അടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് തിരിച്ച് വെച്ചിട്ട്, അതായത് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പതിച്ചടിക്കണം. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഇതേപോലെ ഒന്ന് പതിച്ചടിക്കണം. എന്നിട്ട് വേണം നമ്മൾ അത് ഒന്ന് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാവരും നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ നെക്കടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നെക്കാണ് നമ്മളിപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാൻ ആറ്റത്തെ ഭാഗം കൂടെ ഒന്ന് അടിച്ച് ഫിനിഷിങ് ലുക്ക് കിട്ടാനായിട്ട് അതും കൂടെ ഒന്ന് അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് നെക്ക് അയൺ ചെയ്തിട്ടിട്ട് ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ അയൺ ചെയ്തിടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നല്ല ഫിനിഷ് ചെയ്ത് കിട്ടുന്നത്. ഇനി നെക്കിൽ നമ്മൾ ഒരു 3.5 ഇഞ്ചിലാണ് ഫ്രണ്ടിൽ പ്ലീറ്റ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതേപോലെ ഫ്രണ്ട് സൈഡിൽ 3.5 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലീറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 3 ഇഞ്ചിലെങ്കിലും പ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ക് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ ചാടിക്കിടക്കുന്ന രീതിയിൽ വരുള്ളൂ. അതാണ് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 3.5 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് മടക്കി അടിക്കാനും പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതിനും ഒക്കെ ഇത് ചെറിയൊരു 1/2 ഇഞ്ചിൽ കട്ട് ചെയ്ത് പോകും. അപ്പോൾ 3.5 ഇഞ്ചിൽ ഞാനിങ്ങനെ എടുത്തിട്ട് ഒരു 20 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. 2 പീസാണ് നമുക്കങ്ങനെ വേണ്ടത്. അപ്പോൾ 20 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസ് എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുത്തു 1/4 ഇഞ്ചിൽ. അപ്പുറത്തെ സൈഡ് ഇതേപോലെ നമുക്ക് ചുരുക്കിടാനായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നൂല് വലിച്ചെടുക്കുകയാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാക്സിമം നമ്മൾക്ക് ഒരു 10-15 ഇഞ്ചിലെങ്കിലും നമ്മളിത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അധികം പ്ലീറ്റുകൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ 2 പീസാണ് ഇതേപോലെ പ്ലീറ്റ് എടുക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഈ ഷോൾഡറിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ ചാടിക്കിടന്നാൽ അത് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ സ്ലീവിനെ കാട്ടിയും കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് നിന്നാലാണ് അത് കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് ഷോൾഡറിന് ഇവിടെ 3.5 ഇഞ്ച് എടുത്തത്. 1/2 ഇഞ്ച് നമുക്ക് അടിച്ചു പോകുന്നതിന് വേണ്ടി. എന്നിട്ട് നമ്മളിതൊന്ന് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് ആ സെൻട്രൽ പൊസിഷനിലേക്ക് ഇതേപോലെ വി പോലെ വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് അടിച്ചെടുക്കണം. താഴത്തെ ഭാഗം നമുക്ക് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ സെൻറ്ററിലെ ആ യോക്ക് പാർട്ട് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്തിൻ്റെ ഭാഗം, അതിൽ ചുളിവ് വരാതെ വേണം വെച്ച് കൊടുക്കാൻ. ഒരു സൈഡ് നമ്മളിങ്ങനെ നേരെ പിടിച്ച് പിൻ ചെയ്ത് വെച്ച് അടിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡ് അടിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ കറക്റ്റാണോ ചുളുക്കുകളുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചുളുക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡ് ഒരു സൈഡ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സൈഡ് അടിക്കുമ്പോഴേക്കും താഴത്തെ തുണിയൊന്ന് ഇതേപോലെ വലിച്ചിട്ട് കൊടുത്ത് നിവർത്തി പിടിച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഈ 2 സൈഡ് ഞാൻ വി പോലെ വരുന്ന ഭാഗം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല ഭംഗിക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ആ താഴത്തെ ഭാഗം കൂടുതൽ എക്സ്ട്രാ ആയിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ യോക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയാകാൻ വേണ്ടി ഒരു ലേസ് പോലെ ഒരു കഷ്ണം പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് മടക്കിയെടുത്താണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒരു പീസ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലേസ് വെച്ച് കൊടുക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് അതിൻ്റെ സൈഡ് അടിച്ചെടുത്ത് തിരിച്ചടിച്ചെടുത്തേക്കാണ് ചെയ്യുന്നത്. തിരിച്ചെടുത്തിട്ടൊന്ന് അയൺ ചെയ്തെടുത്തേക്കാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലേസ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ് വെച്ച് നോക്കിയിട്ട് ഭംഗി എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഇതിവിടെ വി പോലെ വരുന്ന ഷേപ്പിൽ അടിച്ചെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ
ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഭംഗി ഒരു വെറൈറ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്ത ആ ഭാഗം ഉണ്ടല്ലോ, പ്ലീറ്റ് ഇട്ട് കൊടുത്ത പീസ് വെച്ച ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലെ അതിൻ്റെ സ്റ്റിച്ചിങ് കാണാത്ത രീതിയിലാണ് ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ട് നമ്മളുടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴത്തെ ഈ പീസ് നമുക്ക് ഒന്ന് പ്ലീറ്റ് ഇട്ട ഭാഗം ഒന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. അറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട ഭാഗമെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കാകുമ്പോഴേക്കും നമുക്ക് നെക്കിൻ്റെ ഭാഗം അധികം ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് തലയിൽ കൂടെ കടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ചധികം പീസ് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു കട്ടിങ് കൊടുത്ത് ചെറിയൊരു ബട്ടൺസ് വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തല കടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അത് ഇടാനായിട്ടും പിന്നെ പിള്ളേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇത് ഒന്ന് പിൻ ചെയ്ത് കറക്റ്റ് വെച്ചിട്ട് ഇതിലൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു 1/4 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ താഴേക്ക് ഒരു ചെറിയൊരു സ്ക്വയർ പോലെയാണ് വരച്ചു കൊടുക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു കട്ടിങ് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തലയോട് കടത്താനായിട്ടും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ കുട്ടികൾക്കാകുമ്പോഴേക്കും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നമുക്ക് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. സിബോ അല്ലെങ്കിൽ ഇതേപോലെ ഹുക്സോ എന്തെങ്കിലും നമ്മൾ വെച്ച് കൊടുത്തില്ലെങ്കിൽ കടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്ക്വയർ പോലെ വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ല വശം രണ്ടും അകത്ത് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ. രണ്ടിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ടിങ് കൊടുത്ത് ഇത് പതിച്ചടിച്ചെടുത്ത് തിരിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉൾഭാഗവും ഇതേപോലെ ഒന്ന് 1/4 ഇഞ്ചിൽ മടക്കി ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്നൊരു ചെറിയൊരു ബട്ടൺസോ ഹുക്സോ എന്തെങ്കിലും വെച്ച് നെക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ യോക്ക് പാർട്ടും ഡൗൺ പാർട്ടും ഇതേപോലെ മുകളിലത്തെയും താഴത്തെ ഭാഗം നമ്മൾ പ്ലീറ്റ് ഇട്ട് കറക്റ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെയും നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ രണ്ടിൻ്റെയും ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പ്ലീറ്റ് കൊടുത്ത ആ പാർട്ട് ഉണ്ടല്ലോ, ഒരു 3.5 ഇഞ്ചിൽ നമ്മൾ വെട്ടി ഇതേപോലെ പ്ലീറ്റ് കൊടുത്ത ഈ ഭാഗം ഒന്ന് മുകളിൽ ഒന്ന് മടക്കി ഇങ്ങനെ അടിച്ചെടുക്കണം. നമ്മൾ ആദ്യമേ വെക്കുമ്പോൾ തന്നെ മടക്കി അടിക്കാം. ഞാനിപ്പോൾ ആദ്യമേ വെക്കുമ്പോൾ മടക്കി അടിക്കുന്നത് പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇതൊന്ന് മടക്കി അടിച്ചെടുക്കണം. ചെറിയ രീതിയിലൊന്ന് മടക്കി അടിച്ചെടുത്താൽ മതി. എന്നിട്ട് വേണം നമുക്ക് ഷോൾഡർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ. എന്നിട്ട് സൈഡ് ഭാഗം നമ്മൾ 1 ഇഞ്ചിലാണല്ലോ ഗ്യാപ്പ് വിട്ടിരുന്നത്. അപ്പോൾ സൈഡ് ഭാഗത്ത് ഇതേപോലെ 1 ഇഞ്ചിൽ നമുക്കൊന്ന് ആദ്യമേ വരച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ അടിച്ചെടുക്കാം. അപ്പോൾ അത് വരച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ആദ്യമേ തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ഇതേപോലെ ഒന്ന് നേരെ വെച്ചിട്ട് നമ്മുടെ പ്ലീറ്റിൻ്റെ ഭാഗവും ഇതേപോലെ ഒന്ന് നിവർത്തി നേരെ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് അടിച്ച് തുടങ്ങാനായിട്ട്. നേരെ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. ആ പ്ലീറ്റ് തീരുന്ന ഭാഗം വരെ, ആ പീസ് തീരുന്ന ഭാഗം വരെ നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി സ്ലീവ്സിൻ്റെ ഭാഗം നമ്മളൊന്നും ചെയ്തില്ലായിരുന്നു. അത് നമുക്ക് ഒരു ക്രോസ് പീസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒരു ചെറിയ രീതിയിൽ മടക്കിയാണ് ഇവിടെ അടിച്ചെടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പ്ലീറ്റ് വെക്കുന്ന ഭാഗത്ത് സ്ലീവ് നമുക്ക് കാണില്ല. പ്ലീറ്റിൻ്റെ ഭാഗമാണല്ലോ, ആ കട്ട് പീസാണല്ലോ ചാടി ഇങ്ങോട്ട് പുറത്തേക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് മടക്കി അടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് അടിച്ചെടുത്ത പോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് സ്ലീവ്സ് നോർമലായിട്ട് ചെയ്യുന്ന പോലെ മടക്കി അടിച്ചും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ സൈഡ് മാർക്ക് ചെയ്ത് വെച്ചായിരുന്നല്ലോ, അത് വരച്ച് വെച്ച് വരയിലൂടെ ഇതേപോലെ ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 സൈഡ് ഇതേപോലെ ഒന്ന് നമുക്ക് അടിച്ച് ഫിനിഷ് ചെയ്യാം. ഈ സൈഡൊക്കെ ചെയ്യുമ്പോഴേക്കും 2 സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത്. എളുപ്പവുമാണ്. നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടുന്ന രീതിയിലുള്ള മോഡലാണ് ഈ കാണുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട